ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെയധികം ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള കിൻവ എന്ന ഈ ഗ്രെയിൻ ആണ്. അതെങ്ങനെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് കിൻവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യം നന്നായി കഴുകി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യണം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യുക. സോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായി തിരുമ്മി കഴുകിയെടുക്കണം. ഇത് നല്ല രീതിയിൽ കഴുകണം, അതുപോലെ തന്നെ സോക്ക് ചെയ്യുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് കുക്കറിലാണ് ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് കിൻവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ടേസ്റ്റിയും ഫ്ലഫിയുമായിട്ടുള്ള കിൻവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ചോറിന് പകരമായിട്ട് കഴിക്കാം. ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാവുന്നതാണ്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ചോറ് ഒഴിവാക്കിക്കൊണ്ട് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണങ്ങളുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയ ഈ കിൻവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വണ്ണം കുറയുന്നതിനും വളരെയധികം സഹായിക്കും. ചോറ് ഒഴിവാക്കിക്കൊണ്ട് ഇത് 1 കപ്പ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതായിരിക്കും. അതുപോലെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കിൻവ എല്ലാവരും തയ്യാറാക്കി നോക്കൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.